എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 3-ാം വാക്യം. യെശയ്യാവ് 55-3. നിങ്ങൾ ചെവി യായിച്ച് എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. ദാവീദിൻ്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മറ്റൊരു ദിനം കൂടെ ദാനമായി നമ്മുടെ ആയുസ്സിൽ ദൈവം നൽകിയിരിക്കുന്നുവല്ലോ. ദാവീദിൻ്റെ നിശ്ചല കൃപകൾ, ഈ വാക്യത്തിൻ്റെ ശരിയായ തർജ്ജമ പ്രകാരം നിശ്ചയ കൃപകൾ എന്നാണ് വരേണ്ടത്. ഷുവർ മേഴ്സീസ് ഓഫ് ഡേവിഡ്. ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു. ഭയങ്കരമായ തെറ്റിൽ ഒരിക്കൽ അകപ്പെട്ടുവെങ്കിലും ദൈവം അത് ക്ഷമിച്ച് തന്നെ യഥാസ്ഥാനപ്പെടുത്തി. ദാവീദിൻ്റെ തലമുറയിൽ ദൈവത്തോടു കൂടി നടന്ന് ദൈവേഷ്ടം പ്രവർത്തിച്ചവനായി ദൈവം അവനെ കണക്കാക്കി. ദൈവം അവനോട് ദാവീദിൻ്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ഉടമ്പടിയും ചെയ്തു. എന്നേക്കും ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ദൈവപുത്രനെയും ഒരുക്കി. ഇന്നത്തെ തലമുറയിലും ദൈവ ഇഷ്ടം നിവർത്തിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർക്ക് വേണ്ടി ദൈവഹൃദയം വെമ്പുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ളവരോടുള്ള ദൈവത്തിൻ്റെ നിയമം ശാശ്വതവും ഇളക്കമില്ലാത്തതുമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-20 വായിക്കുമ്പോൾ രാവിനോടും പകലിനോടുമുള്ള ഒരു നിയമത്തെക്കുറിച്ച് കാണുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നിയമം മനുഷ്യരോടായാലും പ്രകൃതിയോടായാലും മാറാത്ത നിയമമാണ്. യുഗങ്ങളുടെ ആരംഭത്തിൽ ദൈവം രാവും പകലും നിയമിച്ചു, എന്നേക്കും സ്ഥിരപ്പെടുത്തി. അവയെ ദുർബലമാക്കാൻ ആരെക്കൊണ്ടും ഒരിക്കലും കഴിയില്ല. അതുപോലെ തന്നെയാണ് ദൈവം ദാവീദിനോട് നിയമം ചെയ്തത്. ആടിപ്പാടി ആടിനെയും മേയിച്ച് നടന്നവൻ ദൈവം തന്നെ രാജാവായി തെരഞ്ഞെടുത്തു എന്ന് അറിഞ്ഞില്ല. എന്നാൽ വലിയവനായ ദൈവം അവനെ കണ്ടെത്തി, തെരഞ്ഞെടുത്തു, അഭ്യസിപ്പിച്ചു, അർഹിക്കാത്ത പദവി കൊടുത്തു. അവനോടുള്ള നിയമമോർത്ത് പിൻതലമുറകളോട് കരുണ കാണിച്ചു. ഇന്നും ദൈവം ആ നിയമം പുതുക്കാൻ ആത്മാക്കളെ തേടുന്നു. ദാവീദിൻ്റെ ജീവിതം മുഴുവൻ പരിശോധിച്ചാൽ അവൻ ഒരിക്കലും താൻ അനുഭവിച്ച ദൈവകൃപ കൊണ്ട് തൃപ്തി വന്നിരുന്നില്ല എന്ന് കാണാം. എന്നും എപ്പോഴും രാത്രിയുടെ യാമങ്ങളിലും ദൈവത്തിനായി ദാഹിക്കുന്ന ഹൃദയം അവൻ്റെ പ്രത്യേകതയായിരുന്നു. ദൈവത്തിൻ്റെ മനോഹരത്വം കണ്ടുകൊണ്ട് ദേവാലയത്തിൽ പാർക്കുന്നത് ഏറ്റവും വലിയ ആഗ്രഹമായി ദാവീദ് കണ്ടു. എന്നും എപ്പോഴും ദൈവത്തിനായി വാഞ്ചിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ ഒരു ചോദ്യം നമ്മുടെ നേർക്ക് ഉയരുന്നത്, നമ്മുടെ ദാഹം എങ്ങനെയാണ് അതിനെ ശോധന ചെയ്യുക? ദാഹിക്കുന്ന ഏവരെയും വിളിച്ച് നിശ്ചല അഥവാ നിശ്ചയ കൃപകൾ എന്ന നിയമം ചെയ്യാൻ വെമ്പുന്ന ഒരു ദൈവത്തെയാണ് യെശയ്യാവ് 55-ാം അധ്യായത്തിൽ 1 മുതലുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. ആർക്കു വേണ്ടിയാണ് ഈ നിശ്ചല കൃപകൾ? ദാഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം. ദൈവം എല്ലാവരെയും വിളിക്കുന്നു, പക്ഷേ തൻ്റെ ക്ഷണം ആരിലും അടിച്ചേൽപ്പിക്കുകയില്ല. അവിടുന്ന് മനുഷ്യൻ്റെ സ്വതന്ത്രമായ ബുദ്ധിയെ എന്നും മാനിക്കുന്നു. അവിടുത്തെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ട് ഇരിക്കുകയുമില്ല. ദാഹമുണ്ടോ എങ്കിൽ കൊതി തീരുന്നത് വരെ നമ്മെ തൃപ്തരാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ ദൈവകൃപ സൗജന്യമായി നമുക്ക് നൽകപ്പെടുന്നു. പകരമൊന്നും കൊടുക്കാനില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടുന്ന് വിളിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ ഒന്നും സൗജന്യമായി ലഭിക്കില്ല. വിശേഷിച്ചും വിലപ്പെട്ട കാര്യങ്ങൾ, ഒന്നുകിൽ പണം, അല്ലെങ്കിൽ സമയം,
അല്ലെങ്കിൽ സേവനം തുടങ്ങിയവ ഒന്നും നൽകാതെ, യാതൊന്നും നൽകാത്ത ഈ ലോകത്ത് വിലയേറിയതും ശ്രേഷ്ഠമായതും തരുവാൻ, അത് സൗജന്യമായി തരാൻ ഒഴിഞ്ഞ ജീവിതങ്ങളെ നമ്മുടെ ദൈവം ക്ഷണിക്കുന്നു. ഭോഷത്വമായതിനെയും ബലഹീനമായതിനെയും കുലഹീനമായതിനെയും നികൃഷ്ടമായതിനെയും ഏതുമില്ലാത്തതിനെയും പ്രത്യേക ഉദ്ദേശത്തോടെ തിരഞ്ഞെടുക്കുന്ന വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. യെശയ്യാ പ്രവാചകന്റെ 55-ാം അധ്യായത്തിൽ നമ്മൾ 4 പ്രാവശ്യം വരുവീൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കാണാം. വരിക എന്ന് ആവർത്തിച്ച് വിളിക്കുന്നു. നമുക്ക് ഈ ദാഹമുണ്ടെങ്കിൽ അത് തൃപ്തി നൽകാൻ മതിയായ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവസന്നിധിയിലാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവ ബന്ധത്തിലേക്ക് കുറച്ചുകൂടെ അടുത്തു വരാം. ദാഹമുള്ളവരായിരിക്കാം. ദൈവം നമുക്ക് തൃപ്തി നൽകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, മനോഹരമായ പുതിയ ദിവസത്തിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയോടും അങ്ങയുടെ വചനത്തോടും ദാഹമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതൊന്നും ഞങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തുന്നില്ല എന്നറിയുന്നു. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ തൃപ്തീകരിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ പന്താവുകളിലൂടെ നയിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.